എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൈത്തൺ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദിക്കുവാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വരുന്ന ജനുവരി 3 ശനിയാഴ്ച S1 കുട്ടികളുടെ പൈത്തൺ പരീക്ഷയാണ് നടക്കുവാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീഡിയോ ചെയ്യുമോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറും സിലബസും അനാലിസിസ് ചെയ്തപ്പോൾ ഈ വർഷം ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുവാൻ പോകുന്നത്. ഈ വീഡിയോയിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള മൊഡ്യൂളുടെ വീഡിയോകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുൻപ് പൈത്തണുമായി ബന്ധപ്പെട്ട് വളരെ ഉപകാരപ്രദമായ ഒരു നോട്ട് ഇപ്പോൾ കോളേജ് ദോസ്ത് അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നോട്ട്സ് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മൊഡ്യൂൾ വൈസ് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. ഇതിൽ പ്രധാനമായിട്ടും 4 സ്ട്രാറ്റജീസ് ആണ് വരുന്നത്. ഈ 4ഉം മാക്സിമം പഠിക്കുവാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മുഴുവനായിട്ടും നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ സെക്ഷനിൽ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. ഈ ഒരു സെക്ഷനിൽ ആ പ്രോസസ്സ് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുവാൻ ശ്രമിക്കുക. മൂന്നാമത്തെ സെക്ഷനിൽ എസെൻഷ്യൽസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻസും എക്സ്പ്ലനേഷൻസും പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് വരുന്നത് ആൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ് റെപ്രസെൻറ്റേഷൻ. ഇതിൽ പഠിക്കേണ്ടത് ആദ്യം തന്നെ മീനിങ്ങും അതിൻ്റെ ഡെഫിനേഷനും വ്യക്തമായി തന്നെ പഠിക്കുവാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകും. കൂടാതെ ഈഫ്, ഫോർ, വൈല് ഇത് വച്ചിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സെക്ഷൻ ഫ്ലോ ചാർട്ടാണ്. ഇതിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് സിംബൽസ് യൂസ്ഡ് ടു ക്രിയേറ്റിംഗ് ഫ്ലോ ചാർട്ട്. ഇത് കൂടാതെ ഫോർ ലൂപ്പ് വച്ചുള്ള ചോദ്യം ഉറപ്പായും ഏതെങ്കിലും ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കും. അത് പഠിക്കുകയാണെങ്കിൽ അതിൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം പഠിക്കുമ്പോൾ മാക്സിമം നല്ലൊരു നോട്ട് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ കോളേജ് ദോസ്തിന്റെ നോട്ട് മാക്സിമം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബാക്കി 2 മൊഡ്യൂളുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. നന്ദി.